ദേശീയപാത നവീകരണം യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കി കരാർ കമ്പനി. യാതൊരു മുൻകരുതലുകൾ ഇല്ലാതെയും മുൻകൂട്ടി അറിയിക്കാതെയും സർവീസ് റോഡ് തടസ്സപ്പെടുത്തുന്നതാണ് യാത്രക്കാർക്ക് ദുരിതമാകുന്നത്. ബസ് കയറാൻ ആറുവരിപ്പാതയിലേക്ക് ഏണിവച്ച് കയറുന്നത് വൻ അപകട സാധ്യതയാവുകയാണ്. പെരിയമ്പലം മുതൽ ബദർപ്പള്ളി വരെ ബസ്സുകൾ നിലവിൽ സർവീസ് നടത്തുന്നത് ആറുവരിപ്പാതയിലൂടെയാണ്. ബസ് കയറാൻ യാത്രക്കാർ റോഡിലേക്ക് കയറിപ്പറ്റുന്നത് സർവീസ് റോഡിൽ ചാരിവെച്ച ഏണി ഉപയോഗിച്ചും കല്ലുകൾ അടുക്കിവെച്ചും മറ്റുമുള്ള താൽക്കാലിക സംവിധാനങ്ങളിലൂടെയാണ്. ഇത്തരത്തിൽ അപകടകരമായ യാത്ര തുടങ്ങിയിട്ട് മാസങ്ങളായെങ്കിലും ബന്ധപ്പെട്ടവർ മൗനത്തിലാണെന്നാണ് ആക്ഷേപം. ജില്ലാ അതിർത്തിക്ക് സമീപം പുന്നയൂർകുളം പഞ്ചായത്തിലെ പെരിയമ്പലം മുതൽ പുന്നയൂർ പഞ്ചായത്ത് ബദർപ്പള്ളി വരെ സർവീസ് റോഡ് പണി നടക്കുന്നതാണ് ബസ്സുകൾ ഹൈവേ വഴി പോകാൻ കാരണം. പൊന്നാനി ബസ്സുകൾ പെരിയമ്പലം വരെ സർവീസ് റോഡിലൂടെയാണ് വരുന്നത്. ഇവിടെ നിന്നും ആറുവരിപ്പാതയിലേക്ക് കയറിയാൽ ബദർപ്പള്ളി പാലം കഴിഞ്ഞാണ് വീണ്ടും സർവീസ് റോഡിലേക്ക് ഇറങ്ങുക. ബസ്സിൽ പോകേണ്ട യാത്രക്കാർക്ക് സ്റ്റോപ്പിലേക്കുള്ള എളുപ്പവഴിയാണ് കോണി. ഇല്ലെങ്കിൽ പെരിയമ്പലത്തിലേക്കോ ബദർപ്പള്ളി ഭാഗത്തേക്കോ പോകണം. ഇത്രയും ഭാഗത്ത് 3 സ്ഥിരം കോണിയുണ്ട്. മറ്റു 3 ആവശ്യത്തിന് വെക്കുന്നതാണ്. ഒരിടത്ത് കല്ലടുക്കി വെച്ചാണ് ആളുകൾ കയറിയിറങ്ങുന്നത്. ഇത്തരത്തിൽ അതിവേഗ പാതയിലേക്ക് ഇറങ്ങുന്നതും തിരിച്ച് സർവീസ് റോഡിലേക്ക് ഇറങ്ങുന്നതും വലിയ അപകട സാധ്യതയാണ് ഉണ്ടാക്കുന്നത്. വാഹനങ്ങൾ ചീറിപ്പായുന്ന ഹൈവേയിലേക്ക് സ്ത്രീകളും കുട്ടികളും കോണി കയറി വരുന്നതും റോഡിന്റെ മറുവശത്തേക്ക് ഡിവൈഡറും ചാടിക്കടന്നു പോകുന്നതും പതിവ് കാഴ്ചയാണ്. വ്യാഴാഴ്ച പെരിയമ്പലത്ത് റോഡ് കുറുകെ കടക്കുമ്പോൾ ജീപ്പിടിച്ച് യുവാവ് മരിച്ചിരുന്നു. മറ്റു മാർഗമില്ലാത്തതിനാലാണ് ഹൈവേയിലൂടെ പോകുന്നതെന്ന് ബസ് ഡ്രൈവർമാർ പറയുന്നു. മന്ദലാംകുന്ന് കൊച്ചന്നൂർ PWD റോഡ് വഴിയെത്തുന്ന വാഹന യാത്രക്കാർ മന്ദലാംകുന്നിലെത്തിയാൽ തിരിച്ചു പോകേണ്ട അവസ്ഥയാണുള്ളത്. ഇടതുഭാഗത്ത് അണ്ടത്തോടും വലതുഭാഗത്ത് ബദർപ്പള്ളി പരിസരത്തും സർവീസ് റോഡ് തടസ്സപ്പെടുത്തിയാണ് പണികൾ നടത്തുന്നത്. ചെറിയ വാഹനങ്ങൾക്ക് പോലും മണിക്കൂറുകൾ കാത്തിരുന്നതിന് ശേഷമാണ് യാത്ര ചെയ്യാൻ കഴിയുന്നത്. അടച്ചിട്ട സർവീസ് റോഡ് ഭാഗികമായെങ്കിലും തുറന്ന് എത്രയും പെട്ടെന്ന് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം.